ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മാൾട്ടയിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ മാൾട്ടയിലെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നമ്മൾ വല്ലേറ്റ ഭാഗത്തേക്കൊക്കെ പോകുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് മറ്റൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. പക്ഷേ എന്തുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, നമ്മൾ ബസ് പിടിച്ചു. നമ്മൾ ഇന്ന് കയറിയിരിക്കുന്ന ബസ്സിൽ അങ്ങനെ ഒരുപാട് തിരക്ക് പറയാനൊന്നുമില്ല. നമ്മൾ അധികം തിരക്ക് പറയാനൊന്നുമില്ല. ഞാൻ ഈ കയറിയിരുന്നൊരു പെട്ടെന്ന് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വലയത്തിലെത്തി. കാര്യം ഞാൻ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പതിവ് എല്ലാ അവസ്ഥയും പോലെ കാണുന്ന പോലെയൊക്കെ തന്നെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. കാര്യം സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സമ്മറിൽ കുറച്ചു കാലം മുന്നേ വരെ, അല്ലെങ്കിൽ സമ്മറിലായിരുന്നു ഏറ്റവും അധികം തിരക്ക്. പക്ഷെ ഇപ്പം വിന്ററിലും തിരക്കാണ്. അപ്പം ഇപ്പം രണ്ട് സീസണിലും നല്ല രീതിക്ക് തന്നെ ഇവിടെ തിരക്കുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ വാട്ടർ ഫ്രണ്ട് ആണ്. പക്ഷെ ഇപ്പം വാട്ടറൊന്നുമില്ല. അത് ചില സമയത്ത് അങ്ങനെയാണ്. ചില സമയത്ത് അവർ എന്താണെന്ന് എനിക്കറിയില്ല പേഴ്സണലായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. പക്ഷെ നല്ല രസമാണ് ഇവിടേക്ക് ഇരിക്കാനായിട്ട്. ഇവിടുത്തെ ഈ നമ്മളിപ്പം കാണുമ്പോഴത്തേന് ഭയങ്കര ചൂടാണ്, വെയിലാണെന്നൊക്കെ തോന്നും. പക്ഷെ അത്ര വലിയ ചൂടൊന്നുമില്ല. നമുക്ക് നോർമലായിട്ട് ചെന്നിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഒക്കെ പറയുമെന്ന് പറഞ്ഞാലും ഭയങ്കര അധികം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ കുറേ അധികം ആൾക്കാരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ്. നമ്മളൊക്കെ വണ്ടർ അടിച്ചു പോകും. ഇവർക്കൊക്കെ ഇത്രയും മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് ഇത്രയധികം ടാലന്റ് കിട്ടുന്നത് നമ്മളിങ്ങനെ ഓർത്തു പോകും. ഇതൊരു നമ്മുടെ ഒരു മെയിൻ ഭാഗമാണ്. അതായത് നമ്മുടെ ആ ഒരു ബസ് സ്റ്റേഷനും വലറ്റ വാട്ടർ ഫ്രണ്ട് ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം കാണുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ ഒരുപാട് സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ റോഡിന്റെ രണ്ട് ഭാഗത്തായിട്ടും കാണുന്ന കാഴ്ചകളാണ്. അതിലൊരു കാഴ്ചയാണിത്. ഇതിലൊരു ഒരു ഒരു സ്കൾ ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്നത് നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന പോലെ ഈ കളിമണ്ണ് വെച്ചൊക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എനിക്ക് എന്താണ് കറക്റ്റ് മനസ്സിലായില്ല. ഒരു മണലൊക്കെ പോലെ ഇരിക്കുന്നു. പക്ഷെ ഭയങ്കര രസമാണ്. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പിൽ നിന്നൊക്കെ നമ്മൾ കാണുമ്പോഴത്തേനുണ്ടല്ലോ, പുള്ളിയുടെ ഒരു ആർട്ടിന്റെ ഒരു ബ്യൂട്ടി അറിയണമെങ്കിൽ ഞാൻ അടുത്തൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോട്ട് കണ്ടു നോക്കി കറക്റ്റ് നമുക്കറിയാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഈ തലയിൽ ഉദിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്തുവാണ്. ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ തലയിൽ ഉദിക്കുന്നതെന്നാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്. ഇപ്പോൾ എയർപോർട്ടൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ആസ്വദിച്ച് ഭയങ്കര നല്ല സ്കില്ലുള്ള ഒരു പയ്യനാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതാ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ, എന്തൊരു ബ്യൂട്ടി. ആ ഒരു മുഖത്തെ ആ ഒരു കണ്ണിന്റെ ഭാവമൊക്കെ ഉണ്ടോ, ആ ഒരു ആനിമലിന്റെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ പാല് കുടിക്കുകയാണ്. അപ്പൊ ആ ഒരു കുട്ടികളെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി മുന്നിലേക്ക് പോവാണ്. മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഒരുപാട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒരുപാട് ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആളുകളൊക്കെ ഒരു ധൃതി ഇല്ലാതെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അർജൻസി ഇല്ലാതെയാണ് ആളുകൾ പോകുന്നത്. ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ്. ഇപ്പം മാൾട്ട നമ്മൾ എവിടെ പോയാലും ആളുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ്. കാര്യം ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഇപ്പൊ ഇതിന് നിങ്ങൾ മുന്നിലായിട്ട് കാണുന്നത്, ഇപ്പൊ നമ്മുടെ താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ചെറിയൊരു ഇറക്കം പോലെയാണ് ഈ താഴേക്ക് പോകുന്നത്. ഇവിടെയാണെങ്കിലും നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കാണുന്ന കാഴ്ചകൾ നമ്മൾ അടിപൊളിയാണ്. ഇപ്പൊ നിങ്ങൾ ഈ റൈറ്റ് കാണുന്നത്, ഇതൊക്കെ മാൾട്ട എന്ന് പറയുമ്പോഴത്തേനും ഒട്ടോമിയൻസിന്റെ ഒക്കെ കാലത്തൊക്കെ പണിത, അല്ലെങ്കിൽ ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്സ് ആണ് ഈ കാണുന്നത്. ചിലതൊക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാം ആ ഒരു പഴയ ഒരു കാലത്തിന്റെ ബ്യൂട്ടി കീപ്പ് ചെയ്താണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അവിടെ ഒരു ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ ആയിരിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ബ്യൂട്ടി കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു നാച്ചുറാലിറ്റി വിടാതാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഡോറാണ് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഫ്രണ്ട് ഡോർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു കളർഫുൾനെസ്, ആ ഒരു ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേനും അതിന്റെ ഒരു ബ്യൂട്ടി കണ്ടോ, ഭയങ്കര രസമായിട്ടാണ്. ഈ കാണുന്നതൊക്കെ ഒരു 3 നില 4 നില കെട്ടിടമാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ തന്നെ അപ്പുറമാണ്. കാര്യം നമ്മളിങ്ങനെ അകലെ ഞാനൊരു വൈഡിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു കത്തീഡ്രലാണ്. ഈ ഒരു കത്തീഡ്രലിൽ ഒരുപാട് ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ സൺഡേ ഓപ്പൺ അല്ല. ഞാൻ പോയത് ഒരു വീക്കെൻഡിലാണ്. പക്ഷേ സൺഡേ ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ അകത്ത് കയറുന്നൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ, കാത്തിരിക്കുക ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. ഇവിടെ കുറച്ച് രൂപങ്ങളൊക്കെ
ഇതിൻ്റെ പുറത്തായിട്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു രൂപത്തിനൊക്കെ വലിപ്പം അറിയണമെങ്കിൽ, ആ ഒരു 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 ബിൽഡിങ്ങിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഞാൻ ചെറിയൊരു ഇത് കാണിക്കാം. നമ്മൾ ആദ്യം കണ്ട ആ ഒരു തട്ടില്ലേ, അതിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ ഒപ്പം വരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കുക, എത്രത്തോളം വലുതായിരിക്കും ആ ഒരു ബിൽഡിംഗ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ താഴേക്ക് പോകണം. നമ്മളിപ്പോൾ താഴേക്ക് പോകുന്നത് മട്ടലിൽ തന്നെ, അല്ലെങ്കിൽ വല്ലറ്റൂർ ഏരിയയിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്കാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമുക്കൊരു ഒരു ഒരു സീ ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ടൊരു പറയുകയാണെങ്കിൽ സീ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയയാണ്. അവിടെ വരാതെ ഒരാളും പോവില്ല. മാൾട്ട വരുന്ന ഏതൊരു ടൂറിസ്റ്റുകളാണെങ്കിലും ഈ ഒരു ഏരിയയിൽ കവറാക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കാണാതെ ഒരിക്കലും അവർ പോവില്ല. ഇതുണ്ടോ, നമ്മൾ അകലെ നിന്ന് ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ എന്തൊരു മനോഹരമായിരിക്കും, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പം താഴേക്കാണ് പോകുന്നത്, അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കടലമ്മ മാടി വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി. ഈ സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിലും കറക്റ്റ് ആ ഒരു ലെവലിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തെന്നി വീഴുവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ സ്ലിപ്പറി ഉണ്ട്, മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു സ്ലിപ്നെസ് ഉണ്ട് നമ്മൾ ആ വഴിക്കൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെയ്യെ ആ ഒരു വാക്കുവയിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വാഹനങ്ങൾ വരുന്നതിൽ, വണ്ടികൾ വരുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഗവൺമെൻറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മളൊരു പാസ്സൊക്കെ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറി പോകാൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരുന്ന വണ്ടികളുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകുമ്പോഴാണെങ്കിലും ഭയങ്കര സമാധാനത്തോടെ കൂളായിട്ട്, ഇപ്പോൾ നമ്മൾ ഹണിമൂൺ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കപ്പിളായിട്ടൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്ന വഴികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു തരത്തിലുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരാറില്ല. ഇതാണ് നമ്മൾ ആ ഒരു ഇത്രയും നേരം കാത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മാൾട്ടയിൽ വരുന്ന ഏതൊരാളും ഒരിക്കലും കാണാതെ പോവില്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു സീ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടുന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് കാണുന്ന കാഴ്ചകളുടെ ആ ഒരു പെരുപ്പം, ആ ഒരു വലിപ്പമാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഷിപ്സും ചെറിയ ഇതൊക്കെ എന്താ പറയുക, ചെറിയ ഫെറി ഷിപ്സ് ഒക്കെയാണ്. അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മാൾട്ടയിലെ തന്നെ കൊമിനോ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിലേക്കൊക്കെ ആളുകളെ കൊണ്ടുവന്ന് ചെറിയ ടൂറിസ്റ്റുകളേക്ക് എത്തിക്കുന്ന, നമുക്കാണെങ്കിലും പോകാം കേട്ടോ, ടൂറിസ്റ്റുകളേക്ക് എത്തിക്കുന്ന ചെറിയ ഷിപ്സ് ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തെ ആ ഒരു ഏരിയയിലുള്ള ബിൽഡിങ്സ് ബാക്കി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്സിൻ്റെ ആ ഒരു ഭംഗിയാണ്. ഈ വീഡിയോ ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് കട്ട് ചെയ്യാൻ തോന്നിയില്ല. കാര്യം ആ ഒരു ഭംഗി ഒരു എത്രത്തോളം അതാണെന്നുള്ളതാണ്. ആ ഒരു ഭംഗി അത്രയുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഒരിക്കലും ഈ വീഡിയോയെ കട്ട് ചെയ്യാനേ തോന്നിയില്ല. ഇതിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പോകുന്നതൊക്കെ ചിലത് ടൂറിസ്റ്റുകൾ ബുക്ക് ചെയ്ത് പോകുന്നതാണ്, ചിലത് ഗവൺമെൻറ്റിന് തന്നെയാണ്, ചിലത് നമുക്ക് പ്രൈവറ്റായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മൾട്ടീസ് പീപ്പിളിന് പ്രൈവറ്റായിട്ട് ഇവർക്ക് തന്നെയുണ്ട് ചെറിയ ഷിപ്പ്. നമ്മളൊക്കെ ഈ കാറൊക്കെ എടുക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ ഇവർക്കും ഷിപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവരിങ്ങനെ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ ചുമ്മാ വെളിയിലേക്കൊക്കെ, വെളിയെന്ന് പറയുമ്പോഴത്തേനും ഫുള്ള് കടലാണല്ലോ, അപ്പം കടലിലേക്ക് ഇങ്ങനെ 1-2 റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവരുപയോഗിക്കുന്ന ചെറിയ ഷിപ്സൊക്കെയാണ് നമ്മൾ ആ മുമ്പ് കണ്ടത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക, ആ ഒരു സൺലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ബ്ലൂ ആണ് ഇവിടുത്തെ മാൾട്ടയിലെ കടൽ എന്ന് പറഞ്ഞാൽ. ഏതൊരു ഏരിയയിൽ നമ്മൾ നോക്കിയാലും ഭയങ്കര ബ്ലൂ ആണ്, ഭയങ്കര രസമാണ്. അതിങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മുടെ ഒരു സൺഗ്ലാസ് ഇല്ലാതെ നമുക്കിവിടെ പോകാൻ പറ്റില്ല. അത്രയും ഭയങ്കര രസമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മളിവിടെ മൊത്തം കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത്, ഇവിടെ ഞാൻ കണ്ടൊരു ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടത്, അതായത് ഈ ഒരു സീ ഫ്രണ്ടിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഗോപുരം പോലെ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണത്. പക്ഷേ അതിനെ ആ ഒരു പൊക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ബടൻ നിൽക്കും, രാജാവിൻ്റെ അടുത്തൊരു ബടൻ നിൽക്കുന്ന പോലെയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് റൈറ്റായിട്ട് തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാൽക്കണീസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒറിജിനൽ മാൾട്ടീസ് ബാൽക്കണീസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മാൾട്ടീസ് ബാൽക്കണി, അല്ലെങ്കിൽ ഒരു മാൾട്ടീസ് ഒരു ഒറിജിനൽ വീടാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ബാൽക്കണി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇഞ്ഞി നിൽക്കുന്ന ആ തരത്തിലുള്ള ഒരു ബാൽക്കണീസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് മൊത്തം. അതാണ് ഒറിജിനൽ മാൾട്ടീസ് ഹോംസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഇത് നമ്മുടെ താഴത്തെ ഒരു കാർ പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. ഇവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ പോയി പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഭയങ്കര ഫ്രീ ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, കുറച്ചും കൂടെ കൂളാണ്. ഞാൻ കണ്ടതിലൊരു യൂറോപ്യൻസിലൊക്കെ കുറച്ചും കൂടെ കൂളായിട്ടുള്ള ആളുകൾ മാൾട്ടയിലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ചിലരൊക്കെ വന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കടലിലേക്ക് ചെറിയ ഈ പായ്ക്കപ്പലുകൊണ്ടൊരു കുഞ്ഞത്, അത് വെച്ചിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും. അത് തന്നെ ടൂറിസ്റ്റുകൾക്കായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ഓൺ ചെയ്യുന്നുണ്ട്, അവർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറമ്പൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇവിടെ ഷിപ്സൊക്കെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഈ കാണുന്നത് കണ്ട
ഈ ആശാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടാണ്. എല്ലാവരും ഇങ്ങനെ എന്തോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ആശാൻ ഇരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ആശാൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ആരെയും ഞാൻ കണ്ടില്ല. ആശാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ശോകമൂകനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ആശാനോട് ഒരു വിടെയൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ഔടാ ചക്കരേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പയ്യെ മുമ്പിലേക്ക് നടന്നു. ഇതുണ്ട് ആ ഒരു ബ്യൂട്ടി കണ്ടോ, ആ ഒരു ആകാശം, ആ ഒരു മേഘങ്ങൾ, അല്ലെങ്കിൽ അതിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, അത് വന്ന് വീഴുന്ന ആ ഒരു കടല്, അതിലേക്ക് നോക്കി നിൽക്കുന്ന പ്രാവുകൾ, നമ്മൾ സൈഡ് വേയിലൂടെ നടന്നു പോകുമ്പോഴത്തേനും കാണുന്ന കാഴ്ചകൾ, അതിൻ്റെ റൈറ്റ് ആയിട്ട് വരുന്ന ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിങ്ങുകൾ, ചെറിയ 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 മരങ്ങൾ, ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകൾ, അതിൻ്റെ ബസ് സ്റ്റോപ്പുകൾ പോലും അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കുക. അതാണ് ഞാൻ കണ്ടത് വെച്ചിട്ട് ഈ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബേൺ വന്ന് വീഴുമ്പം ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ ഒറിജിനൽ മാൾട്ടി സ്റ്റോൺസിലും ഈ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ്, അതായത് ഒറിജിനൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേനും ഇത് ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങും. ഭയങ്കര രസമാണ് അത് നമുക്കിങ്ങനെ പോയി കാണാനായിട്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സൺഗ്ലാസ് ഇല്ലാതെ നമ്മൾ നോക്കിയാൽ നമ്മൾ കണ്ണ് ചിമ്മും. അത്രയും ബ്രൈറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഏരിയാസൊക്കെ. അത് നാച്ചുറൽ